ഇനി നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നോക്കുന്നത് റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ കണ്ടിന്യൂസ് കേസ്. അപ്പോൾ എൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന ലെറ്റ് എക്സ് ബി എ continuous random variable assuming values in the range a to b. അതായത് എ ടു ബി എന്ന് പറയുന്ന എ കോമ ബി എന്ന് പറയുന്ന ഇന്റർവെലിന്റെ ഉള്ളിലാണ് വാല്യൂസ് എടുക്കുന്നത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ. ആൻഡ് ഇഫ് പി ഡി എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ദെൻ x is said to follow a rectangular distribution in the interval a comma b. നമ്മൾ ഇന്റർവെൽ ഇപ്പം 2,5 ആണെങ്കിൽ എൻ്റെ എഫ് ഓഫ് എക്സ് ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക? എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 3 ഇൻ ദ റേഞ്ച് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരും. അപ്പൊ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ -1,1 എന്ന് പറയുന്ന റേഞ്ചിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ 1 മൈനസ് മൈനസ് 1 ദറ്റ് ഈസ് 1 ബൈ 2 -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പം 0,1 എന്ന് പറയുന്ന റേഞ്ച് ആണ് റാൻഡം വേരിയബിളിൻ്റെതെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0. അപ്പോൾ 1 ബൈ 1 തന്നെ 1 തന്നെയാണ് എഫ് ഓഫ് എക്സ് വരുന്നത് ഇൻ ദ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം തന്നെ ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇനി നമുക്ക് ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷന്റെ നമ്മൾ എ കോമ ബി പറഞ്ഞ ഇന്റർവെല്ലാണെങ്കിൽ അതിന്റെ മീനും വേരിയൻസും എം ജി എഫും എന്താണെന്ന് നോക്കാം. അപ്പൊ മീൻ expectation of x will be equal to b plus a by 2. Expectation of x is b plus a by 2. Variance of x is equal to b minus a the whole square divided by 12. And mgf is equal to mx of t is equal to e raised to bt minus e raised to at divided by t into b minus a. ഇതാണ് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷന്റെ പി ഡി എഫും അതിന്റെ മീൻ വേരിയൻസ് ആൻഡ് എം ജി എഫും. നമ്മൾ അടുത്തതായിട്ട് നോക്കുന്ന കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണ് നോക്കാം. ലെറ്റ് എക്സ് ബി എ continuous random variable assuming values in the range 0 to infinity. And if PDF of x is given by f of x is equal to m raised to p by gamma p x raised to p minus 1 e raised to minus mx, where x is greater than 0 and m comma p greater than 0. ഇങ്ങനെയാണ് സാർ വിൽ സേ ദാറ്റ് എക്സ് ഫോളോസ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എം ആൻഡ് പി. എമ്മും പിയും പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഈ ഗാമ ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഗാമ ഫംഗ്ഷൻ എന്താണ് എന്ന് നോക്കാം. ഗാമ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ്. ഈ പാറ്റേണിൽ ഒരു ഇന്റഗ്രൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റേഞ്ച് ഏതാണ്? 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എം എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഗാമ പി ഡിവൈഡഡ് ബൈ എം റേസ് ടു പി. ഈ ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗാമയിൽ വരുന്ന മീനും വേരിയൻസും എല്ലാം കാണുന്നത്. അതേപോലെ തന്നെ എക്സ്പോണൻഷ്യലിൽ വരുന്നതും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് ഈ ഇന്റഗ്രൽ വെച്ചിട്ടാണ്, ഈ ഗാമ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഗാമ ഫംഗ്ഷന്റെ മീനും വേരിയൻസും എം ജി എഫും എന്താണെന്ന് നോക്കാം. ഗാമ ഫംഗ്ഷന്റെ മീൻ ഇറ്റ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ബൈ എം. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ബൈ എം സ്ക്വയർ. ആൻഡ് എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എം ജി എഫ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ എം ഹോൾ റേസ് ടു മൈനസ് പി. ഗാമ ഡിസ്ട്രിബ്യൂഷന് ഇതുമാതിരി എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഗാമ റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ എക്സ് ഫോളോസ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ സേ പി കോമ എം1 p1 comma m and
y follows a gamma distribution with parameter p2, m, then if x and y are independent, x plus y will follow a gamma distribution with parameter p1 plus p2, m. ഇതാണ് ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി. അടുത്ത കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. let x be a continuous random variable assuming values in the range 0 to infinity, and if PDF of x is given by f of x is equal to theta e raised to minus theta x, where x is greater than 0 and theta is also greater than 0, then x is said to follow an exponential distribution with parameter theta. Theta parameter ആയിട്ടുള്ള ഒരു എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ ഗാമ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പം നമ്മൾ എം എന്ന് പറയുന്ന സ്ഥാനത്ത് പിയുടെ സ്ഥാനത്ത് 1 വരികയാണെങ്കിൽ, എം എന്ന് പറയുന്നത് തീറ്റയും പിയുടെ സ്ഥാനത്ത് 1ഉം വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും എം ജി എഫ് എന്തുവാണെന്ന് നോക്കാം. അപ്പൊ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ തീറ്റ, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ തീറ്റ സ്ക്വയർ, എം ജി എഫ് എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1. പിന്നെ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതായത് സം ഓഫ് ഇൻഡിപെൻഡന്റ് എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾസ് വിൽ ബി എ ഗാമ റാൻഡം വേരിയബിൾ. ഇപ്പോൾ 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾസിനെ ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഒരു ഗാമ റാൻഡം വേരിയബിൾ ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായ പോലെ തന്നെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഈ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. That is probability of x greater than or equal to s plus t given x greater than or equal to s, that will be equal to probability of x greater than or equal to t. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ ഡിസ്ട്രിബ്യൂഷനുകളിൽ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും മാത്രമേ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഉള്ളൂ. അതായത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു കണ്ടിന്യൂസ് അനലോഗ് ആയിട്ട് വരുന്നതാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന ഡിസ്ട്രിബ്യൂഷനുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ assuming values in the range 0 to infinity, and if PDF of x is given by f of x is equal to 1 by sigma root of 2 pi e raised to minus x minus mu the whole square divided by 2 sigma square, minus infinity less than x less than infinity, minus infinity less than mu less than infinity, sigma is greater than 0. ഇതാണ് PDF എങ്കിൽ we'll say that x will follow a normal distribution with parameters mu and sigma. അത് നമ്മളിങ്ങനെയാണ് എഴുതുക, x follows n mu sigma. അപ്പോൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് മ്യൂ എന്ന് പറയുന്നതും മറ്റൊന്ന് സിഗ്മ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സ് ഉള്ള ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിയൽ ലൈൻ ആണ്. -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം നോർമൽ ഡിസ്ട്രിബ്യൂഷന് മീൻ എന്താണ് എന്ന് വരുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ, ആൻഡ് എം ജി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ. ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, വേരിയൻസ് ആൻഡ് എം ജി എഫ് വരുന്നത്.
അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേവ് വരയ്ക്കുകയാണ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേവ് അല്ലെങ്കിൽ ഒരു നോർമൽ കേവാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നോർമൽ കേവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് -∞ മുതൽ +∞ വരെയാണ്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. ആൻഡ് ഈ കേവ് ഒരു സിമെട്രിക് കേവ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് സിമെട്രിക് അബൌട്ട് ദ പോയിന്റ് x is equal to mu. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിൻ്റെ മീനും മീഡിയനും മോഡും തുല്യമായിരിക്കും. അപ്പോൾ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമുക്കറിയാം മീനും മ്യൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മീഡിയനും മോഡും എല്ലാം തന്നെ മ്യൂ ആയിരിക്കും. പിന്നെ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണെന്നാണ് പറഞ്ഞത്. വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു സിഗ്മ. എന്നാൽ ക്വാർട്ടൽ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണെങ്കിൽ ക്വാർട്ടൽ ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു 2/3 ടൈംസ് സിഗ്മ ആൻഡ് മീൻ ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു 4/5 ടൈംസ് ഓഫ് സിഗ്മ. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ, അതായത് കേവ് നമ്മൾ ഒരു കോൺവെക്സ് നിന്ന് കോൺകേവിലേക്ക് മാറുന്നത് അല്ലെ. അപ്പൊ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മ്യൂ മൈനസ് സിഗ്മയും മ്യൂ പ്ലസ് സിഗ്മയാണ്. അതായത് മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മയാണ് ഒരു നോർമൽ കേവിന്റെ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ആൻഡ് നോർമൽ കേവിന്റെ പ്രോബബിലിറ്റി ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്ന പോയിന്റ് x is equal to മ്യൂ ആണ്. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് അതിന്റെ ഏരിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ പ്രോപ്പർട്ടി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഒരു നോർമൽ കേവിന്റെ ഏരിയ, അതായത് -∞ മുതൽ +∞ വരെയുള്ള ഏരിയ അല്ലെ, ദാറ്റ് വിൽ ബി 100% ഏരിയ. അതായത് -∞യുടെയും +∞ ഇടയിലായിരിക്കും ഒരു നോർമൽ കേവിന്റെ 100% ഒബ്സർവേഷനും കിടക്കുന്നത്. എന്നാൽ -∞യുടെയും മ്യൂവിന്റെ ഇടയിലായിരിക്കും 50% ഒബ്സർവേഷൻസ് കിടക്കുന്നത്. അന്നേരം മ്യൂവിന്റെയും +∞ ഇടയിലായിരിക്കും ബാക്കിയുള്ള 50% ഒബ്സർവേഷൻസും കിടക്കുന്നത്. അപ്പൊ 100% കിടക്കുന്നത് -∞യുടെയും +∞ ഇടയിലാണെന്ന് അറിയാം. അതേപോലെ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 90% observations lies between mu minus 1.645 sigma and mu plus 1.645 sigma. ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിലാണ്. മ്യൂ -1.645 സിഗ്മ പറഞ്ഞാൽ മ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലും മ്യൂ പ്ലസ് 1.645 സിഗ്മ എന്ന് പറഞ്ഞാൽ മ്യൂവിന്റെ റൈറ്റ് സൈഡിലും വരും. അതായത് മിഡിലിൽ വരുന്ന ഒരു 90%. ദാറ്റ് ലൈസ് ബിറ്റ്വീൻ മ്യൂ മൈനസ് 1.645 സിഗ്മ ആൻഡ് മ്യൂ പ്ലസ് 1.645 സിഗ്മ. അതിനെ നമുക്ക് പ്രോബബിലിറ്റിയുടെ ടേംസിൽ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ദാറ്റ് മ്യൂ മൈനസ് 1.645 സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu plus 1.645 sigma is equal to 90%. That is 90/100 എന്ന് പറയാം, which is equal to 0.90. അതേപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ 95% ഒബ്സർവേഷനും കിടക്കുന്നത് മ്യൂ മൈനസ് 1.96 സിഗ്മയുടെയും മ്യൂ പ്ലസ് 1.96 സിഗ്മയുടെയും ഇടയിലാണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് mu minus 1.96 sigma less than or equal to x less than or equal to mu plus 1.96 sigma, that is equal to 0.95. Similarly, 98% observations lies between mu minus 2.326 sigma and mu plus 2.326 sigma. And 99% of observations in a normal curve lies between mu minus 2.58 sigma and mu plus 2.58 sigma. അപ്പോൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ടുള്ള എഡിറ്റീവ് പ്രോപ്പർട്ടി എന്താന്ന് നോക്കാം. എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ mu1, sigma1 and y follows a normal distribution with parameter mu2, sigma2 and if x and y are independent, x ഉം y ഉം independent ആണെങ്കിൽ x plus y will also follow
a normal distribution with mean mu1 plus mu2. അതായത് mean will be equal to sum of the means. And variance എന്ന് പറഞ്ഞാൽ sum of the variances ആയിരിക്കും. അപ്പോൾ ഇയാളുടെ വേരിയൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ1, വേരിയൻസ് സിഗ്മ1 സ്ക്വയർ ആയിരിക്കും. ഇയാളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് mu2, വേരിയൻസ് സിഗ്മ2 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവരുടെ വേരിയൻസ് എക്സ് പ്ലസ് വൈയുടെ വേരിയൻസ് ഈ രണ്ട് വേരിയൻസുകളുടെ സം ആയിരിക്കും. സിഗ്മ1 സ്ക്വയർ പ്ലസ് സിഗ്മ2 സ്ക്വയർ ആയിരിക്കും. പക്ഷെ നമ്മൾ എഴുതുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതുമ്പോൾ റൂട്ട് ഓഫ് വേരിയൻസ്, അപ്പോൾ റൂട്ട് ഓഫ് സിഗ്മ1 സ്ക്വയർ പ്ലസ് സിഗ്മ2 സ്ക്വയർ. അപ്പോൾ എന്താ പറയുന്നത് എഡിറ്റീവ് പ്രോപ്പർട്ടി? ഇഫ് എക്സ് ഫോളോസ് എൻ mu1 sigma1 and y follows n mu2 sigma2, then and if x and y are independent, then x plus y follows n mu1 plus mu2 comma root of sigma1 square plus sigma2 square. അപ്പോൾ ഇതിനെ നമുക്ക് എത്ര റാൻഡം വേരിയബിൾസിന്റെ കേസിൽ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത് n ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ഉണ്ട് വിചാരിക്കുക. x1 x2 എക്സെട്ര xn. ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നോർമൽ റാൻഡം വേരിയബിൾസ് ആണ്. വിത്ത് ജനറൽ ആയിട്ട് പറയുമ്പോൾ xi ഫോളോസ് n mu I കോമ സിഗ്മ I എന്ന് നമുക്ക് പറയാം. I is equal to 1 2 3 up to n. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ xiകളുടെ സമ്മ് അല്ലെ, x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn, ഇത് ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിന്റെ മീൻ എന്തായിരിക്കും? സമ്മേഷൻ mu1 പ്ലസ് mu2 എക്സെട്ര mu1 ആയിരിക്കും. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? റൂട്ട് ഓഫ് സമ്മേഷൻ സിഗ്മ I സ്ക്വയർ, ദാറ്റ് ഈസ് സിഗ്മ റൂട്ട് ഓഫ് sigma1 square plus sigma2 square etc. sigma n square. ഇങ്ങനെയാണ് എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എഡിറ്റീവ് പ്രോപ്പർട്ടിക്ക് അപ്പുറത്തായിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷന് വേറൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതായത് ഇപ്പോൾ അത് ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണെന്ന് വെച്ചാൽ രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അവരുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു എക്സ് ഫോളോസ് എൻ mu1 കോമ സിഗ്മ1, y ഫോളോസ് n mu2 കോമ സിഗ്മ2. ഇപ്പൊ എയും ബിയും രണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ ax പ്ലസ് ബി വൈ, അതാണ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുക എന്ന് പറഞ്ഞു. ax പ്ലസ് ബി വൈ ഓൾസോ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ a mu1 പ്ലസ് b mu2 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് a സ്ക്വയർ സിഗ്മ1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ, വേർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. അതായത് സാധാരണ എഡിറ്റീവ് പ്രോപ്പർട്ടിക്ക് പുറമെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് നോർമൽ റാൻഡം വേരിയബിൾസ്, അതാണ് ഇതിന് പറയുന്നത്. ലീനിയർ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. ദാറ്റ് വിൽ ഓൾസോ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെയും നമുക്ക് കുറേ റാൻഡം വേരിയബിൾസിലേക്ക്, n റാൻഡം വേരിയബിൾസിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ഇഫ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് നോർമൽ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ x1 x2 എക്സെട്ര xn, ദീസ് ആർ ഇൻഡിപെൻഡന്റ് നോർമൽ റാൻഡം വേരിയബിൾസ്. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് xi ഫോളോസ്, ജനറൽ ആയിട്ട് ഒന്നായിട്ട് പറയാണ്, xi ഫോളോസ് n mu I കോമ സിഗ്മ I is equal to 1 2 3 up to n. അതായത് x1 ഫോളോസ് n mu1 sigma1, x2 ഫോളോസ് n mu2 sigma2, അങ്ങനെ xn ഫോളോസ് n mu1 sigma, അങ്ങനെ n ഇൻഡിപെൻഡന്റ് നോർമൽ റാൻഡം വേരിയബിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഇഫ് a1 a2 എക്സെട്ര an ആർ n കോൺസ്റ്റൻസ്, ദെൻ a1 x1 പ്ലസ് a2 x2 എക്സെട്ര പ്ലസ് an xn, അല്ലെങ്കിൽ നമുക്ക് അവരെങ്ങനെ സമ്മേഷൻ വെച്ചിട്ട് എഴുതാം. സമ്മേഷൻ I is equal to 1 to n ai xn. This will follow a normal distribution with mean summation I is equal to 1 to n ai mu I. അതായത് a1 mu1 പ്ലസ് a2 mu2 എക്സെട്ര an mu1 കോമ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുമ്പോൾ ഒരു റൂട്ട് വരും അല്ലെ. സമ്മേഷൻ I is equal to 1 to n ai സ്ക്വയർ സിഗ്മ I സ്ക്വയർ. ഇതും നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ
സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മ്യൂ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഇസ് ഈക്വൽ ടു 1. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലെ, മീൻ ആയിട്ട് വരുന്ന മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് വരുന്ന സിഗ്മയും. അപ്പൊ മ്യൂവിന്റെ സ്ഥാനത്ത് 0വും സിഗ്മയുടെ സ്ഥാനത്ത് 1ഉം വരുന്ന ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിളിനെ നമ്മൾ സാധാരണയായിട്ട് സെഡ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയും സെഡ് ഫോളോസ് N01 എന്നാണ് പറയും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 0 and 1. അതിനെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ സെഡ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ assuming values in the range 0 minus infinity to plus infinity, and its PDF is given by f of z is equal to 1 by root of 2 pi sigma 1 ആണ് e raised to minus z square by 2 minus infinity less than z less than infinity. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷനുള്ള എല്ലാ പ്രോപ്പർട്ടീസും ആർക്കും ഉണ്ടാവും, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. പക്ഷെ മ്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ 0 എന്ന് എടുക്കണം ആൻഡ് സിഗ്മയുടെ സ്ഥാനത്ത് 1 എടുക്കണം. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരയ്ക്കുകയാണെങ്കിൽ അത് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. ആൻഡ് ഇറ്റ് വിൽ ബി സിമെട്രിക് അബൌട്ട് ദ പോയിന്റ് സെഡ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കേർവില് 50% ഒബ്സർവേഷൻസ് 0-നെക്കാട്ടും കുറവായിരിക്കും, ബാക്കിയുള്ള 50% 0-നെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ 0ന്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് വാല്യൂസും വരും, 0ന്റെ റൈറ്റ് സൈഡിലാണ് പോസിറ്റീവ് വാല്യൂസും വരുന്നത്. അപ്പോൾ ഒരു നോർമൽ കേർവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് ആയിക്കോട്ടെ, അതിലെല്ലാം നമ്മളിപ്പോൾ പ്രോബബിലിറ്റി കാണുക എന്ന് പറയുന്നത് ഈ കേർവിന്റെ ഏരിയ കാണുന്നതിന് തുല്യമാണ്. അതായത് ഇപ്പൊ എനിക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 3 ആണ് കാണേണ്ടത് എന്ന് വിചാരിക്കും. അപ്പൊ 3 എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡിലായിരിക്കും അല്ലെ. അപ്പൊ ഏകദേശം ഇവിടെ 3 വന്നിട്ടുണ്ട്. അപ്പൊ സെഡ് ഗ്രേറ്റർ ദാൻ, പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 3-നെക്കാട്ടും കൂടുതൽ വരുന്ന ഏരിയ ഇതാണ്. 3 ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 3-നെക്കാട്ടും കൂടുതൽ വരുന്ന ഏരിയ അത് കണ്ടുപിടിക്കലാണ് സെഡ് ഗ്രേറ്റർ ദാൻ 3 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ പ്രോബബിലിറ്റി കാണുക എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ കേർവിന്റെ ഏരിയ തുല്യമാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ നോർമൽ റാൻഡം വേരിയബിൾ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. നമ്മൾ ആദ്യം തന്നെ അതിനെ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഇസ് എ നോർമൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ മ്യൂ കോമ സിഗ്മ. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ നമ്മൾ ഉണ്ടാക്കുന്നത് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അതിന്റെ മീൻ എന്ന് മൈനസ് സി എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. അതായത് ഇത് N01 ആയിരിക്കും. അപ്പം ഒരു നോർമൽ റാൻഡം വേരിയബിളിന് സ്റ്റാൻഡേർഡ് നോർമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ ആണെങ്കിൽ എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ദാറ്റ് ഫോളോസ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ നോർമലുള്ള എല്ലാ പ്രോബ്ലവും സ്റ്റാൻഡേർഡ് നോർമലിലാക്കിയിട്ട് ടേബിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് given x follows say n42, 4 ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് മ്യൂ ഇസ് ഈക്വൽ ടു 42 ആൻഡ് സിഗ്മ ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 50. അതാണ് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ വി ഹാവ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 50 ചോദിച്ചിട്ടുണ്ട്. അമാരി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 40. ദെൻ വി ഹാവ് പ്രോബബിലിറ്റി ഓഫ് 43 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 45.
അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 50 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റാൻഡം വേരിയബിൾ നമ്മൾ നോക്കി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നോർമൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റേഴ്സ് 42,4 ആണ്. അപ്പോൾ ഒരു നോർമൽ റാൻഡം വേരിയബിൾ നമ്മൾ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഉടനെ തന്നെ അയാളെ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമലാക്കുക. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എന്ത് ചെയ്യണം, അയാളുടെ മീൻ ആയിട്ടുള്ള മ്യൂ മൈനസ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എക്സ് മൈനസ് മ്യൂ ഇസ് 42 ആൻഡ് സിഗ്മ ഇസ് 4. അപ്പോൾ എക്സ് മൈനസ് 42 ഡിവൈഡ് ബൈ 4 ഫോളോസ് n01. അപ്പോൾ അതേപോലെ അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 50 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എക്സിന് സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണം. അപ്പോൾ അതിന് ഞാൻ 42 മൈനസ് ചെയ്യുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേ കാര്യം തന്നെ 50ക്കും ചെയ്യാം. അപ്പോൾ 50 മൈനസ് 42 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഇൻഇക്വാളിറ്റിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് രണ്ട് സൈഡിലും ഒരേപോലെ ചെയ്യണം. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് അത് നിൽക്കും അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, നമുക്കറിയാം എക്സ് മൈനസ് 42 ബൈ 4 എന്ന് പറയുന്നത് നമ്മളെ സെഡ് ആണ് അല്ലേ. സെഡ് ഇസ് ലെസ് ദാൻ 50 മൈനസ് 42 8 ബൈ 4 വരും. അപ്പോൾ സെഡ് ലെസ് ദാൻ 2 എന്നുള്ള അതായിട്ട് ക്വസ്റ്റ്യൻ മാറി. അതായത് നോർമൽ റാൻഡം വേരിയബിളിന്റെ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ 2 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരച്ച് നോക്കുകയാണ്. സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരച്ചു. ദാറ്റ് ഇസ് സിമെട്രിക് അബൌട്ട് സെഡ് ഇസ് ഈക്വൽ ടു 0 മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ സെഡ് ലെസ് ദാൻ 2 ആണ് വേണ്ടത്. ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 2 ആണ്, പോസിറ്റീവ് നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈഡിൽ വരും, അതായത് ഈ സൈഡിൽ വന്നിട്ടുണ്ടാവും 2 അല്ലേ. അപ്പോൾ സെഡിന്റെ വാല്യൂ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഇതിൽ 2-നെക്കാട്ടും കുറഞ്ഞു വരുന്ന ഏരിയ ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2-നെക്കാട്ടും കുറവ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്, മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെയുള്ള സ്ഥലമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെയുള്ള സ്ഥലം നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണേണ്ട ഏരിയ ഇതാണ്. പക്ഷെ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ നോക്കുമ്പോൾ അവിടെ 0 മുതൽ നമ്പർ വരെയുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 0 to 2 എന്ന് പറഞ്ഞ ഏരിയ എനിക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ നോക്കി കണ്ടുപിടിക്കും. പക്ഷെ നമുക്ക് വേറൊരു കാര്യം അറിയാം, മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, അതായത് പകുതി ഏരിയ ആണല്ലോ, അത് എപ്പോഴും 0.5 ആയിരിക്കും. അപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം, 0.5 എന്ന് എഴുതാം. അതിൻ്റെ കൂടെ ഞാൻ ആരെ ആഡ് ചെയ്താൽ മതി, 0 to 2 എന്ന് പറയുന്ന ഏരിയനെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ പ്രോബബിലിറ്റി ആയിട്ട് ദാൻ 0, സെഡിന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയുടെയും 0ന്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് ഈ ഏരിയ. അതിന്ന് ഞാൻ ആരെ ആഡ് ചെയ്യണം, അതിൻ്റെ കൂടെ കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. ഏത് ഏരിയ, പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ദിസ് ഇസ് 0.5, പകുതി ഏരിയ ആണ്. മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0, ദറ്റ് ഇസ് 0.5. അതിൻ്റെ കൂടെ ഈ ഏരിയ നമ്മൾ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കണം അല്ലെ. അപ്പം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്, അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾസ് നോക്കിയിട്ട് 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്നത് 0 മുതൽ സെഡ് വരെയുള്ള ഈ ഏരിയകളാകട്ടെ അല്ലെ. അപ്പോൾ ടേബിൾസിൽ നോക്കിയാൽ ഇപ്പോൾ 2-ന്റെ നേരെ നോക്കിയാൽ 0 മുതൽ 2 വരെയുള്ള ഏരിയ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 2-ന് നേരെ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് 0.4772 ആണ്. അപ്പോൾ അത് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ടേബിളിൽ നിന്ന് കിട്ടിയ 0.4772 കൊടുക്കുകയാണ്. the answer is 0.9772. ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. അടുത്തായിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 50 നോക്കാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് മീൻ 42 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ചെയ്യുന്നു. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 50 മൈനസ് 42 divided by 4, and this is equal to probability of z greater than 2 എന്നാണ് വരുന്നത്.
ഈ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെയാണ് +2 വരുന്നത് അല്ലേ. അപ്പം സെറ്റ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോർഷനാണ് അല്ലേ. അതായത് 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഈ പോർഷന്റെ ഏരിയ ആണ് നമുക്ക് അറിയേണ്ടത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 2. അപ്പൊ നമുക്ക് അറിയുന്ന 0 മുതൽ 2ന്റെ ടേംസിൽ എഴുതിയാലേ നമുക്ക് ടേബിൾ നോക്കിയിട്ട് വാല്യൂ എഴുതാൻ പറ്റുള്ളൂ. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഈ കംപ്ലീറ്റ് ഹാഫ് പോർഷനിന്ന് നമ്മൾ 0 മുതൽ 2 വരെയുള്ള ഈ പോർഷനെ നമ്മൾ കളയാണ്, മൈനസ് ചെയ്ത് കളയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഈ പോർഷൻ കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? ഹാഫ് ദ ഏരിയ, അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ. അതിന് നമ്മൾ എഴുതുന്നത് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതാണ് ഹാഫ് ദ ഏരിയ. അത് ആരെ മൈനസ് ചെയ്യുന്നു? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2വിനെ മൈനസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ദ ഏരിയ 0.5 ആണ്. 0 to 2ലെ ഏരിയ നമ്മൾ നേരത്തെ ടേബിൾ നോക്കി കിട്ടിയിട്ടുണ്ട് 0.4772. So the answer is 0.0228. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് x greater than 50 വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ 40 ആണ് നമുക്ക് അടുത്തായിട്ട് കാണേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് x മൈനസ് 42/4 ചെയ്യുന്നു. ദറ്റ് ഈസ് ലെസ് ദാൻ 40 മൈനസ് 42 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി. This is equal to probability of Z less than 40 minus 42 ആണ് -2/4 is -0.5. അപ്പോൾ ഇവിടെ കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് Z ലെസ് ദാൻ -0.5 ആണ്. അതിനെ നമുക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ മാർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ Z is equal to 0 ആണ്. മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്, ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി വന്നിരിക്കുന്നു. -0.5 ആണ്. അപ്പൊ നെഗറ്റീവ് വാല്യൂ പറഞ്ഞപ്പോൾ ഈ സൈഡിലുണ്ടാവും അല്ലെ. -0.5 ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് വേണ്ടത് സെഡിന്റെ വാല്യൂ ലെസ് ദാൻ -0.5 എന്നുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്താണ്? സെഡിന്റെ വാല്യൂ -0.5നെക്കാട്ടും കുറയുക എന്ന് പറയുന്നത് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഏരിയ അല്ലെ. ഈ ഏരിയനെ നമുക്ക് നേരിട്ടിട്ട് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ പോയി കാണാൻ പറ്റില്ല. നമുക്ക് 0 to the വാല്യൂ അങ്ങനെയുള്ള പ്രോബബിലിറ്റിനെ ടേബിളിൽ പോയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ -0.5 to 0ന്റെ ടേംസിൽ എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഹാഫ് ദ ഏരിയ എടുക്കുന്നു. -ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള ഹാഫ് ദ ഏരിയയിൽ നിന്ന് -0.5 to 0 എന്ന് പറയുന്ന ആ പോർഷനെ നമ്മൾ മൈനസ് ചെയ്ത് കളയുന്നു. അപ്പൊ നമുക്ക് റിക്വയർഡ് ഏരിയ കിട്ടും. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് ദ ഏരിയനെ നമുക്ക് ഈ ഹാഫിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? -ഇൻഫിനിറ്റി ടു 0 എന്നുള്ള ഹാഫാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് -ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0. അത് ആരെ മൈനസ് ചെയ്യുന്നു? -0.5 to 0. പ്രോബബിലിറ്റി ഓഫ് -0.5 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 എന്ന് എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു, ഇത് പകുതി ഏരിയ ആണ്, അത് 0.5 ആണ് നമുക്കറിയാം. -0.5 to 0 എന്ന് പറയുന്ന ഏരിയയും 0 മുതൽ +0.5 വരുന്ന എന്ന് പറയുന്ന ഏരിയ സെയിം ആണ്. ഇത് സിമെട്രിക് കർവ് ആണ്. അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയയും അതേപോലെയുള്ള ഒരു പീസ് തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലെ. ആ ഏരിയയും സെയിം ആണ്. കാരണം ടേബിൾ നോക്കിയാൽ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ഒന്നും ഇല്ല, പോസിറ്റീവ് വാല്യൂസേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഇതിനെങ്ങനെ എഴുതണം? 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.5. ഇത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇനി ഈ 0.5ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളിൽ നിന്നുള്ള വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മള് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ സെഡ് 0.5 ഇതവിടെ കാണുന്നുണ്ട് അല്ലെ. 0.5ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണ്? 0.1915 ആണ്. അതാണ് നമ്മളെ ടേബിൾ വാല്യൂ. ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ് ഇപ്പൊ കിട്ടിയ ടേബിൾ വാല്യൂ, അതായത് 0.1915 നമ്മൾ കൊടുക്കുന്നു. ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.3085 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട അടുത്ത പ്രോബബിലിറ്റി ഓഫ് 43 ലെസ് ദാൻ x ലെസ് ദാൻ 46 എന്ന് വന്നിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെയും നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കുകയാണ്. അപ്പം എക്സിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കുക എന്ന് പറഞ്ഞാൽ x -42/4 എന്ന് ചെയ്യുന്നു.
അപ്പോൾ അതേ മാറ്റം തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിനും ചെയ്യുകയാണ്. അപ്പോൾ 43നെ 43 മൈനസ് 42/4 എന്നാക്കുന്നു. ആൻഡ് 46നെ 46 മൈനസ് 42 ഡിവൈഡഡ് ബൈ 4 എന്നാക്കുന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0.25 ഇവിടെ വരും അല്ലെ, 1/4 എന്ന് വരും. ലെസ് ദാൻ എക്സ് മൈനസ് 42/4 ഇസ് സെഡ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 46 മൈനസ് 42, 4/4 ഇസ് 1. അപ്പോൾ ഈ ഏരിയ ആണ് നമുക്ക് ടേബിൾസ് നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരച്ചു. സെഡ് ഇസ് ഈക്വൽ ടു 0ക്ക് സിമെട്രിക് ആണ്, -∞ ടു +∞ വരെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ് അല്ലെ. 0.25ഉം വന്നിട്ടുണ്ട്, അത് ഏകദേശം ഇവിടെ, അതുകൊണ്ട് 1ഉം വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ 0.25ഉം 1ഉം. അപ്പോൾ എനിക്ക് വേണ്ടത് സെഡിന്റെ വാല്യൂ 0.25ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റി ആണ്. അതായത് ഈ ഏരിയ ആണ് നമുക്ക് ആവശ്യം അല്ലെ. അപ്പോൾ ഈ ഏരിയ കാണുക എന്ന് പറഞ്ഞാൽ ടേബിളിൽ നോക്കണമെങ്കിൽ എല്ലാം 0 to a നമ്പർ എന്നുള്ള ടേംസിൽ എഴുതണം. അപ്പോൾ ഈ ഏരിയനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഏരിയനെ നമുക്ക് 0 to 1 വരെയുള്ള ഏരിയ, അതിന്ന് 0 മുതൽ 0.25 വരെയുള്ള ഏരിയനെ നമ്മൾ മൈനസ് ചെയ്ത് കളയാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ ഏരിയനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ ഏരിയയുടെ പ്രോബബിലിറ്റി നമുക്ക് അറിയാം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുന്നു? ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 0 to 1 എന്ന് പറയുന്ന ഏരിയ. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 പ്രോബബിലിറ്റിയുടെ ഭാഷയിൽ എഴുതാം. അതിന്ന് ആരെ മൈനസ് ചെയ്യണം? 0 മുതൽ 0.25 വരെയുള്ള പോർഷൻ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.25 ഇങ്ങനെ എഴുതി. അപ്പോൾ ഈ രണ്ട് പ്രോബബിലിറ്റീസും 0 to 1 വരെയുള്ള പ്രോബബിലിറ്റിയും 0 to 0.25 വരെയുള്ള പ്രോബബിലിറ്റിയും നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ ആദ്യം സെഡ് 1 പ്രോബബിലിറ്റി നോക്കാം. അപ്പോൾ 1.0 നോക്കുമ്പോൾ 0.3413 എന്നാണ് 1ന് കിട്ടുന്നത്. ഇനി അതേമാതിരി 0.25 നമ്മൾ നോക്കണം. അപ്പോൾ 0.25 നോക്കുക പറഞ്ഞാൽ ഇവിടെ 0.2 ഉണ്ട്. 0.2ൽ 0.05 ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0987 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഒന്ന് 0.1ന് വരുന്നത് 3413ഉം 0.25 അതായത് 0.2ൽ 0.05 ആണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0987. ഈ രണ്ട് വാല്യൂസ് അവിടെ കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 0.3413 മൈനസ് 0.0987. And the answer is 0.2426. നമ്മൾ കുറച്ച് എക്സ്ട്രാ വരുന്ന കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ് നമ്മൾ നോക്കുന്നത്. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. അപ്പം ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിന്റെ ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അസ്യൂമിംഗ് വാല്യൂസ് ഇൻ ദ റേഞ്ച് 0 to 1. 0 to 1 ആണ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിന്റെ റേഞ്ച്. അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഇഫ് പി ഡി എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by beta mn x raised to m minus 1 1 minus x raised to n minus 1 0 less than x less than 1. അപ്പം ഇങ്ങനെ പി ഡി എഫ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്. ഇവിടെ m is greater than 0 and n is greater than 0. ഇതാണ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഇവിടെ ബീറ്റ എം എൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ ബീറ്റ ഫംഗ്ഷൻ. ബീറ്റ എം എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗാമ എം ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ എം പ്ലസ് എൻ ആണ്. ദിസ് ഇസ് ബീറ്റ ഫംഗ്ഷൻ. ഇതേപോലെ നമുക്കൊരു ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡും ഉണ്ട്. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് വരികയാണെങ്കിൽ അവരുടെ റേഞ്ച് 0 to ∞ ആണ്.
അപ്പോൾ beta distribution of second kind in the range 0 to infinity. But x is a continuous random variable assuming values in the range 0 to infinity. And if PDF of x is given as f of x is equal to 1 by beta m comma n x raised to m minus 1 divided by 1 plus x raised to m plus n. Here x is greater than 0. That is 0 less than x less than infinity and m comma n greater than 0. അപ്പോൾ ഇങ്ങനെ PDF വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത്. എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നോക്കുന്നത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈൻഡ് ആണ്. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈൻഡ്. അപ്പം ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിൽ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിളിന്റെ റേഞ്ച് 0 1. അപ്പം അതിന്റെ ഡെഫിനിഷൻ എന്താ? എക്സ് ബി എ കണ്ടിന്യൂസ് വേരിയബിൾ assume values in the range 0 to 1 and if PDF of x is given by f of x is equal to 1 by beta m comma n x raised to m minus 1 1 minus x whole raised to n minus 1 comma 0 less than x less than 1 and m comma n greater than 0, then x is said to follow a beta distribution of first kind. അപ്പോൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈൻഡ് പോലെ തന്നെ നമുക്ക് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡും ഉണ്ട്. അതെന്താ നോക്കാം. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ഫോളോ ചെയ്യും റാൻഡം വേരിയബിളിന്റെ 0 ടു ഇൻഫിനിറ്റി ആണ്. 0 ടു ഇൻഫിനിറ്റി റേഞ്ച് ഉള്ള ഒരു റാൻഡം വേരിയബിൾ ആണ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് എക്സ് ബി എ continuous random variable assume values in the range 0 to infinity and if PDF of x is given by f of x is equal to 1 by bm comma n x raised to m plus 1 divided by 1 plus x raised to m plus n comma x is greater than 0 and m comma n greater than 0, then x is said to follow a beta distribution of second kind. ഇതാണ് സെക്കൻഡ് കൈൻഡിലുള്ള ബീറ്റ ഡിസ്ട്രിബ്യൂഷന്റെ PDF. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പം ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ലോഗ് എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതാണ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത. ലോഗ് എക്സ് നോർമൽ ആണെങ്കിൽ എക്സ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താ നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് ഇൻ ദ റേഞ്ച് 0 to infinity. 0 to infinity ആണ് ഇതിന്റെ റേഞ്ച്. ആൻഡ് ഇഫ് PDF of x is given by f of x is equal to 1 by x root of 2 pi sigma e raised to minus of log x minus mu the whole square by 2 sigma where x is greater than or equal to 0 and minus infinity less than mu less than infinity and sigma is greater than 0. Then x is said to follow a log normal distribution with parameters mu and sigma square. ഇതാണ് നമ്മളെ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ. നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ഇസ് പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പാരറ്റോ ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം. പാരറ്റോ ഡിസ്ട്രിബ്യൂഷനിലെ റാൻഡം വേരിയബിൾ എക്സ് 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന റേഞ്ചിലാണ് വാല്യൂസ് എടുക്കുന്നത്. ആൻഡ് ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ and if PDF of x is given by f of x is equal to theta by x naught into x naught by x whole theta plus 1. Here theta is greater than 0
and x0 is greater than 0, then x is said to follow a Pareto distribution. ഈ പാരറ്റോ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത അത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻകങ്ങൾ ഒരു പർട്ടിക്കുലർ വാല്യൂ x0-നെക്കാട്ടും എക്സീഡ് ചെയ്യുന്ന ഇൻകങ്ങളുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പാരറ്റോ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ കൂട്ടത്തിൽ നമ്മൾ നോക്കാൻ പോകുന്ന ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. കോഷി ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് റിയൽ ലൈനിൽ വാല്യൂസ് എടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് -∞ ടു +∞ എന്ന് പറഞ്ഞ റേഞ്ചിലാണ് അതിന്റെ വാല്യൂസ് വരുന്നത്. അതിന്റെ ഡെഫിനിഷൻ പറയാം. ലെറ്റ് എക്സ് ബി എ continuous random variable assuming values in the range -∞ to +∞, and if PDF of x is given by f of x is equal to 1 by pi beta 1 plus x minus alpha by beta the whole square, where -∞ less than x less than infinity, -∞ less than alpha less than infinity, and beta is greater than 0. Then x is said to follow a Cauchy distribution with parameters alpha and beta. ഈ കോഷി ഡിസ്ട്രിബ്യൂഷനിൽ ആൽഫ ബീറ്റയിലും ആൽഫ 0-ഉം ബീറ്റ 1-ഉം വരികയാണെങ്കിൽ, ആൽഫ is equal to 0 and beta is equal to 1, we will get standard Cauchy distribution. നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് Cauchy distribution ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് Cauchy ഡിസ്ട്രിബ്യൂഷന്റെ PDF is given by f of x is equal to 1 by pi into 1 plus x square. ഇതാണ് സ്റ്റാൻഡേർഡ് Cauchyയുടെ PDF വരുന്നത്.